ഇത് നമ്മുടെ കയ്യിൽ 4 കാർഡുണ്ട്. 4 കാർഡ് നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലോസ് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റൊട്ടേഷൻ ചെയ്തിട്ട് നോക്കിയാൽ ഒരു കാർഡ് മാത്രം ഓപ്പൺ ആയിരിക്കുന്നുണ്ടാവും. അഗെയിൻ നമ്മൾ 4 കാർഡ് ഒന്നും കൂടിയും ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് 1 2 റൊട്ടേഷൻ ചെയ്ത് നോക്കിയാൽ 2 കാർഡ് ഓപ്പൺ ആയിരിക്കുന്നുണ്ടാവും. നമുക്ക് ഒന്നും കൂടി നോക്കാം. ജസ്റ്റ് ഈ കാർഡൊക്കെ വീണ്ടും ഒന്നുകൂടി ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ കാർഡ് എടുത്ത് ബാക്കിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഒന്നും കൂടിയും ക്ലോസ് ചെയ്തിട്ട് 1 2 3 3 റൊട്ടേഷൻ ചെയ്ത് നോക്കിയാൽ 3 കാർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ടൈം ഒരു പ്രാവശ്യം കൂടി നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ കാർഡൊക്കെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 3 കാർഡ് ഓപ്പൺ ആണ്, ഒരു കാർഡ് ക്ലോസ് ആണ്. ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് റിവേഴ്സ് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. നോക്കുമ്പോൾ 4 കാർഡും ഓപ്പൺ ആവും. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾ 4 കാർഡ് എടുക്കുക, ഏതെങ്കിലും 4 കാർഡ് എടുക്കാം. ഞാൻ 4 ഏസ് എടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും 4 കാർഡ് എടുക്കാം. പിന്നെ ഇതൊരു ചെറിയ ട്രിക്കാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ കുറേ പ്രാവശ്യം ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഒരു പ്രാവശ്യം കാണിക്കുമ്പോൾ ഇഷ്ടം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു കാർഡ് വെച്ചിട്ട് നോക്കാം. നമ്മൾ ഈ ഒരു കാർഡ് ഈ ചെറിയ വിരലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്യാണ്. അത് ഒന്നും കൂടി നോക്കാം. നമുക്ക് ജസ്റ്റ് ആ ഒരു വിരലുകൊണ്ടാണ് ടേൺ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ 3 കാർഡ് ഇങ്ങനെ വെച്ചിട്ട് അവരോട് പറയും 3 കാർഡ് ക്ലോസ് ചെയ്യാം. ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യണം, ഈ അടിയിലത്തെ കാർഡ് മാത്രം ഇങ്ങനെ ടേൺ ചെയ്യാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അടിയിലത്തെ ടേൺ ചെയ്യുക. അങ്ങനെ ഫാസ്റ്റായി ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യണ പോലെ കാട്ടാം. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കാർഡ് മാത്രം ഓപ്പൺ ആയിരിക്കും. ഇനിയൊരു കാര്യം എന്താണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ക്ലോസ് ആയ കാർഡാണ് അടിയിലേക്ക് വെക്കേണ്ടത്. ഓപ്പൺ ആയ കാർഡ് എടുത്ത് മുകളിലേക്ക് വെക്കണം. തിരിച്ച് നമ്മൾ അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ടേൺ ചെയ്യുക, വയ്ക്കുക. എന്നിട്ട് 2 റൊട്ടേഷൻ ചെയ്ത് കാട്ടി കൊടുക്കുക. വെറുതെ പ്രസൻറ്റേഷൻ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാർഡ് ഇതെല്ലാം റിപ്പീറ്റേഷൻ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. തിരിച്ച് നമ്മൾ ഈ ക്ലോസ് ആയ കാർഡ് എടുത്ത് അടിയിലേക്ക് വെക്കുന്നു. ഇത് വേണമെങ്കിൽ നടുക്കിലേക്ക് വയ്ക്കാം. അത് മുകളിൽ വെച്ചാലും കുഴപ്പമില്ല. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, തിരിച്ച് വയ്ക്കുന്നു. തിരിച്ച് കാട്ടുമ്പോൾ 3 കാർഡ് ഓപ്പൺ. ഇതിന് പ്രസൻറ്റേഷൻ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണ പോലെ കാട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യണ പോലെ കാട്ടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണ പോലെ കാട്ടാം. ചിലവരിത് ഇങ്ങനെ കാട്ടും. എങ്ങനെ ചെയ്താലും ലാസ്റ്റ് കാണിക്കുമ്പോൾ വീണ്ടും ഓപ്പൺ. ലാസ്റ്റ് കാർഡാണ്. ജസ്റ്റ് അടിയിലേക്ക് വയ്ക്കുക, കാട്ടി കൊടുക്കുമ്പോൾ 3 കാർഡ് ഓപ്പൺ ആണ്. ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ കാർഡ് നമ്മൾ ടേൺ ചെയ്യുക, വയ്ക്കുക. അവരോട് പറയുക ജസ്റ്റ് റിവേഴ്സ് റൊട്ടേഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യാണ്, ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാണ്. നോക്കുമ്പോൾ 4 കാർഡ് ഓപ്പൺ.